നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുവൈത്തിലെ മംഗഫിലെ സ്വകാര്യ കമ്പനിയുടെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 45ഓളം പേർ മരിച്ചെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് കുവൈത്തിലുള്ള മലയാളികൾ നൽകുന്ന സൂചനയുണ്ട്. മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടുന്നു. നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെയെല്ലാം വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 4:30യോടെയായിരുന്നു സംഭവം. പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന 6-നില കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. മലയാളികൾ ഉൾപ്പെടെ 195 പേർ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. ഇവരെ മുബാറക്, അദാൻ, ജുബൈർ തുടങ്ങിയ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അഗ്നിശമന സേനയും പോലീസും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഫ്ളാറ്റിനുള്ളിൽ കറുത്ത പുക പടലങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. വിഷപ്പുകയുടെ സാന്നിധ്യവും രക്ഷാപ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഫയർഫോഴ്സും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ ജീവനുള്ളവരെ കണ്ടെത്തുന്നതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഫ്ളാറ്റിന്റെ സ്റ്റെയറുകളിലും മൃതദേഹങ്ങളുണ്ട്. രക്ഷപ്പെടാൻ ഓടുന്ന വഴിയിൽ വിഷപ്പുക ശ്വസിച്ചാണ് ഇവർ മരിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിരവധി പേർ രക്ഷപ്പെടാനായി ഫ്ളാറ്റിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടിയിരുന്നു. ഇങ്ങനെ ചാടിയവരിൽ ഭൂരിഭാഗം പേരും മരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ കാലും കൈയും ഒടിഞ്ഞ ആശുപത്രിയിലുമാണ്. എത്ര പേർ ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ കണക്ക് അധികൃതർക്കുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയവരും ഡ്യൂട്ടിക്ക് പോകാനുള്ളവരും ഫ്ളാറ്റിലുണ്ടായിരുന്നുവെന്നാണ് കുവൈത്തിലെ മലയാളികൾ അന്വേഷണത്തോട് പറയുന്നത്. 2014-നും സമാനമായ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അന്നും ഫ്ളാറ്റ് പൂർണ്ണമായും കത്തിയിരുന്നു. അന്നും തീപിടുത്തമുണ്ടായത് എങ്ങനെയാണെന്ന് ആർക്കും നിശ്ചയമില്ല. ഇപ്പോഴുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ കഴിയുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറുകളോ മറ്റ് സംവിധാനങ്ങളോ ഈ ഫ്ളാറ്റിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദുരന്തം ഇത്രയും ഭീകരമാകില്ലായിരുന്നു. പുലർച്ചെ ആയതുകൊണ്ടാണ് ദുരന്തത്തിന്റെ മരണസംഖ്യ ഉയരുന്നത്. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് തീ പടർന്നത്. ഫ്ളാറ്റ് വിട്ട് പുറത്തേക്കെത്താൻ പെട്ടെന്ന് സാധിക്കാത്തവരാണ് മരണത്തിന് കീഴടങ്ങിയത്. ബെഡ്റൂമിൽ നിന്നും നേരെ പുറത്തേക്ക് ചാടിയവരും സ്റ്റെയർകേസ് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചവരും മരണപ്പെട്ടിട്ടുണ്ട്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കുവൈത്ത് ഭരണകൂടം ഔദ്യോഗികമായി മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കുവൈത്തിൽ നിന്നുള്ള മലയാളികൾ പറയുന്നത് വളരെ മോശം സിറ്റുവേഷനാണെന്നാണ്. ഫ്ളാറ്റിൽ ജീവനുള്ളവരെല്ലാം രക്ഷിച്ചിട്ടുണ്ട്. ഫ്ളാറ്റിന് പുറത്തും വിൻഡോയ്ക്കടുത്തു നിന്നവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കെട്ടിടത്തിനുള്ളിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള കണക്കെടുക്കാൻ ഫയർഫോഴ്സ് അധികൃതർ ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴും കറുത്ത പുക നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അകത്തേക്ക് കയറാൻ ഫയർഫോഴ്സിന് സാധിക്കുന്നില്ല. മകനെ കാണാതെ ഒരു അച്ഛൻ ഫ്ളാറ്റിന് പുറത്തുനിന്ന് കരയുന്നുണ്ടായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. മകനെ ആശുപത്രിയിലും കണ്ടില്ല. രക്ഷപ്പെടുത്തിയവരുടെ കൂട്ടത്തിലും കണ്ടില്ലെന്ന് പറഞ്ഞാണ് കരയുന്നത്. ഇങ്ങനെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട നിരവധി പേരുടെ കണ്ണീരും നിലവിളികൾക്കുമിടയിൽ ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ടോ എന്ന് തേടി ഫയർഫോഴ്സുകാർ ഫ്ളാറ്റിനുള്ളിൽ കയറുന്നതും കാത്തിരിക്കുകയാണ് പലരും. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശുപത്രികളിൽ ആവശ്യമായ സൗകര്യം ഒരുക്കിയതായും കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഫോറൻസിക് എവിഡൻസ് സംഘം കെട്ടിടത്തിലെത്തി പരിശോധന ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്.